പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുതിയ ഓഫീസിലേക്ക് മാറും. സൗത്ത് ബ്ലോക്കിലെ ഓഫീസിൽ നിന്ന് സേവാ തീർത്ത് എന്ന പുതിയ ഓഫീസ് സമുച്ചയത്തിലേക്കാണ് മാറുന്നത്. സെൻട്രൽ വിസ്തയുടെ ഭാഗമായി പണി കഴിപ്പിച്ച ഓഫീസ് സമുച്ചയങ്ങളുടെ ഉദ്ഘാടനവും സെൻട്രൽ സെക്രട്ടേറിയറ്റിനായുള്ള പുതിയ കർത്തവ്യ ഭവൻ 1, 2 എന്നിവയുടെ ഉദ്ഘാടനവും മോദി ഇന്ന് നിർവഹിക്കും. ആഭ്യന്തരം, ധനം ഉൾപ്പെടെയുള്ള മന്ത്രാലയങ്ങൾ നേരത്തെ നോർത്ത് ബ്ലോക്കിൽ നിന്നും കർത്തവ്യ ഭവനിലേക്ക് മാറിയിരുന്നു. ദേശീയ സുരക്ഷാ സെക്രട്ടേറിയറ്റ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വിദേശാതിഥികളെ സ്വീകരിക്കാനുള്ള മന്ദിരം എന്നിവയാണ് സഭാതീർത്ഥത്തിലുള്ളത്. സൗത്ത് ബ്ലോക്കിലെ അവസാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വൈകിട്ട് പൊതുസമ്മേളനവും നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നാണ് പുതിയ ഓഫീസിലേക്ക് മാറുക. സൗത്ത് ബ്ലോക്കിലെ ഓഫീസിൽ നിന്നും സേവാ തീർത്ത് എന്ന പുതിയ ഓഫീസ് സമുച്ചയത്തിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുന്നത്. സെൻട്രൽ വിസ്തയുടെ ഭാഗമായി പണി കഴിപ്പിച്ച ഒരു ഓഫീസാണിത്. ഓഫീസ് സമുച്ചയങ്ങളുടെ ഉദ്ഘാടനവും സെൻട്രൽ സെക്രട്ടേറിയറ്റിനായുള്ള പുതിയ കർത്തവ്യ ഭവൻ 1, 2 എന്നിവയുടെ ഉദ്ഘാടനവും ഇന്ന് തന്നെയായിരിക്കും മോദി നിർവഹിക്കുന്നത്. ആഭ്യന്തരം, ധനം ഉൾപ്പെടെയുള്ള മന്ത്രാലയങ്ങൾ നേരത്തെ നോർത്ത് ബ്ലോക്കിൽ നിന്നും കർത്തവ്യ ഭവനിലേക്ക് മാറ്റിയിരുന്നു. ദേശീയ സുരക്ഷാ സെക്രട്ടേറിയറ്റ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വിദേശാതിഥികളെ സ്വീകരിക്കാനുള്ള മന്ദിരം എന്നിവയാണ് സഭാതീർത്ഥത്തിലുള്ളത്. സൗത്ത് ബ്ലോക്കിലെ അവസാന മന്ത്രിസഭാ യോഗവും ഇന്ന് തന്നെയാണ് ചേരുക. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വൈകിട്ട് പൊതുസമ്മേളനവും ഒക്കെ നടക്കും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ ഓഫീസിലേക്കൊക്കെ മാറുകയാണ്. സൗത്ത് ബ്ലോക്കിലെ ഓഫീസിൽ നിന്നും സേവാ തീർത്ത് എന്നൊരു പുതിയ ഓഫീസ് സമുച്ചയത്തിലേക്കാണ് പ്രധാനമന്ത്രി മാറുന്നത്. സെൻട്രൽ വിസ്തയുടെ ഭാഗമായി പണി കഴിപ്പിച്ച ഓഫീസ് സമുച്ചയങ്ങളുടെ ഉദ്ഘാടനവും സെൻട്രൽ സെക്രട്ടേറിയറ്റിനായിട്ടുള്ള പുതിയ കർത്തവ്യ ഭവൻ 1, 2 എന്നിവയുടെ ഉദ്ഘാടനവും ഒക്കെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ആഭ്യന്തരം, ധനം ഉൾപ്പെടെയുള്ള മന്ത്രാലയങ്ങൾ നേരത്തെ നോർത്ത് ബ്ലോക്കിൽ നിന്നും കർത്തവ്യ ഭവനിലേക്കൊക്കെ മാറ്റിയിരുന്നു. ദേശീയ സുരക്ഷാ സെക്രട്ടേറിയറ്റും ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വിദേശാതിഥികളെ സ്വീകരിക്കാനുള്ള മന്ദിരം എന്നിവയൊക്കെയാണ് ഈ ഒരു സഭാതീർത്ഥത്തിലുള്ളത്. ഈ ഒരു സഭാതീർത്ഥത്തിലേക്കാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുക. സൗത്ത് ബ്ലോക്കിലെ അവസാന മന്ത്രിസഭാ യോഗവും ഇന്ന് തന്നെയായിരിക്കും ചേരുന്നത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വൈകിട്ട് പൊതുസമ്മേളനവും നടക്കും. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. മുൻ കരസേനാ മേധാവി ജനറൽ M.M. നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ പരാമർശങ്ങളും ഇന്ത്യ-US വ്യാപാര കരാറും ഉയർത്തി ഇരുസഭകളും വിമർശനം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. രാഹുൽ ഗാന്ധിക്കെതിരായ നോട്ടീസും ചർച്ചയാകും. സമ്മേളനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത 8 പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത ഹൈബി ഈഡൻ MP അടക്കമുള്ളവർ പാർലമെന്റ് കവാടത്തിൽ സമരത്തിലാണ്. അതേസമയം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാൻ നീക്കം BJP അംഗങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പാർലമെന്റ് അംഗത്വം റദ്ദാക്കണമെന്നും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP MP നിഷികാന്ത് ദുബെയാണ് സഭയിൽ നോട്ടീസ് നൽകിയത്. പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം പ്രമേയം കൊണ്ടുവന്നതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്കെതിരായ ഭരണപക്ഷ നീക്കം. മാർച്ച് 9-നാണ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുക. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്നാണ് അവസാനിക്കുന്നത്. മുൻ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ M.M. നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ പരാമർശങ്ങളും ഇന്ത്യ-US വ്യാപാര കരാറുകളും ഉയർത്തി ഇരുസഭകളിലും വിമർശനം ശക്തമാക്കാനൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. രാഹുൽ ഗാന്ധിക്കെതിരായ നോട്ടീസും ഒക്കെ ഇതിൽ ചർച്ചയാകും. സമ്മേളനത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത 8 പ്രതിപക്ഷ എംപിമാരുടെയും സസ്പെൻഷൻ പിൻവലിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത ഹൈബി ഈഡൻ MP അടക്കമുള്ളവർ
പാർലമെന്റ് കവാടത്തിൽ ഇപ്പോഴും സമരത്തിലാണ്. അതേസമയം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാൻ നീക്കം BJP അംഗങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പാർലമെന്റ് അംഗത്വം റദ്ദാക്കണമെന്നും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് BJP MP നിഷികാന്ത് ദുബെയാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സഭയിൽ നോട്ടീസൊക്കെ നൽകിയിട്ടുള്ളത്. പക്ഷാപാതമായി പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെയും പ്രതിപക്ഷം പ്രമേയം കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായ ഭരണപക്ഷത്തിന്റെ ഈ ഒരു നീക്കം തന്നെ. മാർച്ച് 9-നാണ് ഈ ഒരു സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുക. എന്തായാലും ഇന്നാണ് ആദ്യഘട്ടം അവസാനിക്കുന്നത്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടമാണ് ഇന്ന് അവസാനിക്കുക. മുൻ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ MM നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ ചില പരാമർശങ്ങളും ഇന്ത്യ-US വ്യാപാര കരാറുകളും ഉയർത്തിക്കാട്ടി ഇരു സഭകളും വിമർശനം ശക്തമാക്കാനൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. രാഹുൽ ഗാന്ധിക്കെതിരായ നോട്ടീസും ഒക്കെ ഇന്ന് ഇതിൽ ചർച്ചയാകും. സമ്മേളനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് 8 പ്രതിപക്ഷ MPമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നുമൊക്കെ ഇന്നത്തെ ഒരു സഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത ഹൈബിയുടെ അടക്കമുള്ള MPമാർ ഇപ്പോൾ പാർലമെന്റ് കവാടത്തിൽ സമരത്തിലാണ്. അതേസമയം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാനുള്ള നീക്കം BJP അംഗങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പാർലമെന്റ് അംഗത്വം റദ്ദാക്കണമെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമൊക്കെ പിൻവലിക്കണമെന്നൊക്കെയാണ് ഇവരുടെ ആവശ്യം. ഈ ഒരു ആവശ്യം ഉന്നയിച്ച് BJP MP നിഷികാന്ത് ദുബെയാണ് ഇത്തരത്തിൽ സഭയിൽ നോട്ടീസ് നൽകിയത്. പക്ഷാപാതമായി പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെയും പ്രതിപക്ഷം പ്രമേയം കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായ ഭരണപക്ഷത്തിന്റെ ഈ ഒരു നീക്കം. മാർച്ച് 9-നാണ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുക.